കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളത്തിന്റെ പ്രമേയം. കേരള നിയമസഭ ഐകകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയത്. ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിന്റേതെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി. അതേസമയം പ്രമേയത്തിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കേരളത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി. എസ് ഷീജ വിശദമായ വിവരങ്ങൾ നൽകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരള നിയമസഭയ്ക്ക് നിർണായകമായ ഒരു ദിവസം തന്നെയായിരുന്നു. പ്രത്യേകിച്ചും കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള തെറ്റായ സമീപനങ്ങൾ, അതിനെതിരെയുള്ള പ്രമേയം അത് പാസാക്കിയ ദിവസം കൂടിയായിരുന്നു. ഐകകണ്ഠേന സഭ പാസാക്കിയ പ്രമേയം അതിൽ പ്രധാനമായും പറയുന്നത് സംസ്ഥാനത്തോട് വിവേചനപരമായിട്ടുള്ള പെരുമാറ്റമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ അധികാരത്തിലേക്ക് കേന്ദ്രം കടന്നു കയറുന്നു. പ്രധാനമായും കേന്ദ്രത്തിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് സംസ്ഥാനം കേരളം എന്ന് പറയുന്നത് ഒരു കീഴ്ഘടകമാണ് എന്ന തരത്തിലുള്ളൊരു പെരുമാറ്റമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും വായ്പാ പരിധികൾ വെട്ടിക്കുറയ്ക്കുന്നു, കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറയ്ക്കുന്നു. ആ രീതിയിൽ ഓരോ മേഖലയിലും സംസ്ഥാനത്തിന്റെ ഓരോ മേഖലയിലേക്കും ഉള്ളൊരു കടന്നുകയറ്റമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ രീതിയിൽ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംസ്ഥാനത്തിന്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്ന രീതിയിൽ ഈ ഒരു പ്രമേയം കേരള നിയമസഭ പാസാക്കാൻ തീരുമാനിച്ചതും ഇന്നിപ്പോൾ പാസാക്കിയിരിക്കുന്നതും. ഇതിലൂടെ കേന്ദ്രത്തിന്റെ തെറ്റായ നടപടികൾ അത് പിൻവലിക്കാൻ കേന്ദ്രം തയ്യാറാകണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടാണ്. കാരണം ഈ പ്രമേയം ഇന്നിപ്പോൾ നിയമസഭയിൽ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷത്തിന് അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കരുത് എന്ന രീതിയിലുള്ളൊരു നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അടിയന്തര പ്രമേയ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സഭയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുന്നു. സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നു. ഒപ്പം തന്നെ സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള നീക്കവും നടത്തുന്നു. പക്ഷേ സ്പീക്കർ ഈ ഒരു പ്രതിഷേധത്തിനിടയിലും സഭാ നടപടികൾ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. അതിലൂടെ തന്നെ അവരുടെ ആദ്യം സഭ സ്തംഭിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നത്. അത് വിജയിക്കാത്ത പശ്ചാത്തലത്തിലാണ് അവർ ബഹിഷ്കരണത്തിലേക്ക് കടന്നത്. ബഹിഷ്കരിച്ചപ്പോൾ ഉണ്ടായ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രമേയം അത് നിയമസഭയിൽ ഈ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. അതിനുശേഷം സഭയിൽ ഇത് പാസാക്കുന്നു. പക്ഷേ പ്രതിപക്ഷം അത് ബഹിഷ്കരിച്ച ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ ഒരു തരത്തിലുള്ള നിലപാടും എടുക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ വിഷയം. പ്രത്യേകിച്ചും പ്രതിപക്ഷം കേന്ദ്രത്തോട് സ്വീകരിക്കുന്നത് മൃദു സമീപനമാണ് എന്നുള്ളത് ഭരണപക്ഷം ആവർത്തിച്ച് പറയുമ്പോൾ അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ചത് എന്നുള്ളതിൽ സംശയമില്ല. കാരണം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് സഭയിൽ ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസന്റ് ഉണ്ടെങ്കിൽ അത് അവർക്ക് രേഖപ്പെടുത്താവുന്നതായിരുന്നു എന്നുള്ള കാര്യം ധനകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും പ്രതിപക്ഷത്തിന്റെ നിലപാട് അത് കേരള ജനതയോടുള്ള വെല്ലുവിളിയാണ് എന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കിയതും. ഈ രീതിയിൽ ഇന്നത്തെ നിയമസഭയിൽ ഈ ഒരു പ്രമേയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ആശ്വാസകരമായ വാർത്തയും കേരളത്തെ സംബന്ധിച്ചുകൊണ്ടുണ്ട്. അതായത് കേരളത്തിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ വെച്ചിരുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക നില അത് ഭദ്രമാണ് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് തന്നെയായിരുന്നു സഭയിൽ വെച്ചത്. പ്രത്യേകിച്ചും ഓരോ മേഖലയിലും വളർച്ച കൈവരിക്കാൻ സംസ്ഥാനത്തിന് സാധിക്കുന്നുണ്ട്. കേന്ദ്രം ഈ രീതിയിലൊക്കെ സംസ്ഥാനത്തെ ഞെരുക്കുമ്പോഴും സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള മാർഗത്തിലൂടെ വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, വളർച്ച കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ടായിരുന്നു ഇന്ന് സഭയിൽ വെച്ചത്. വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.